എനിക്ക് പേടിയുണ്ട്. 2027 മാർച്ച് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ഹിച്ച് ചെയ്ത് പോകണമെന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. പക്ഷെ അപ്പം ഞാൻ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ ഇവന് പേടിയില്ല, അങ്ങനത്തെ ഒരു പയ്യനാണെന്നൊക്കെ പറയും. എനിക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഇറങ്ങി തിരിച്ച് ഇപ്പോൾ എനിക്കിപ്പം എവിടെയെങ്കിലും ഉറങ്ങാനായിട്ടുള്ള സ്ഥലം കിട്ടുമോ, ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടുമോ, ആരെങ്കിലും എന്നെ ആക്രമിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എനിക്ക് പേടിയുള്ളത്. അല്ലാതെ ഞാൻ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂലൈ 26 ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് 2027 മാർച്ച് മേ ബി ലാസ്റ്റ് വീക്ക് അപ്പോഴെങ്കിലും ആയിരിക്കാം. അതിനിനി 8 മാസമുണ്ട്. ആ 8 മാസത്തിൽ ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതൊക്കെയാണ്. ഈ 8 മാസം എനിക്ക് എന്താണ് ഈ യാത്രയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. ഇതിനുള്ള ഫണ്ട്, ഇത് ഒരു സീറോ ബഡ്ജറ്റ് അല്ല, ലോ ബഡ്ജറ്റ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഫണ്ട്, ഇത് ഓൾ ഇന്ത്യ എന്ന് പറയുമ്പം ഒരുപാട് ചുറ്റിക്കറങ്ങിയൊക്കെ വരേണ്ടതാണ്. അപ്പം ഫുഡിന്, സ്റ്റേക്ക്, എല്ലായിടത്തും ടെൻറ്റ് സ്റ്റേ കിട്ടണമെന്നില്ല. അപ്പോൾ സ്റ്റേക്ക് ഇപ്പം എല്ലായിടത്തും ഹിച്ചേക്കിങ്ങും പറ്റുമെന്നില്ല. അപ്പം ട്രാൻസ്പോർട്ടിങ്, അതിനെല്ലാത്തിനും കൂടെ കുറച്ച് ഫണ്ട് കയ്യിൽ വേണം. അപ്പോൾ അതിന് ഈ 8 മാസം എനിക്ക് ഫണ്ട് വയ്ക്കാനുള്ള ഇതിനായിരിക്കാം. അതിന് ശേഷം പിന്നെ എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യണം, സർവൈവിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യണം, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അത് ഒരു ലാംഗ്വേജ് അത് ഡെവലപ്പ് ചെയ്യണം. ബോഡി കുറച്ചുകൂടെ ഒരു ഇത് ആക്കണം. കാരണം ഒരുപാട് ദൂരം നടക്കണം, എത്ര ദൂരം നടക്കണമെന്നൊന്നും അറിയില്ല, എത്ര നേരം നിൽക്കണമെന്ന് അറിയില്ല. അപ്പോൾ അതിനു വേണ്ടി ബോഡി ഒന്ന് കുറച്ചുകൂടെ ഫിറ്റാക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. 8 മാസം ഉള്ളൂ ആ ഒരു ഗ്യാപ്പ്, അത് കുറച്ചേ ഉള്ളൂ. എങ്കിലും ഇത് പെട്ടെന്ന് എന്താ ഒരു റീല് കണ്ട്, ഒരു എന്താണ് സോഷ്യൽ മീഡിയയിൽ കണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുന്നതല്ല. എന്നെ അറിയാമെന്നുള്ളവർ, പേഴ്സണലി അറിയാമെന്നുള്ളവർക്ക് അറിയാം ഞാൻ ട്രാവലിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ അതിൽ എത്ര പാഷനായിട്ടാണെന്നും അവർക്കറിയാം. ഇത് എൻ്റെ ലൈഫിൽ വലിയൊരു റിസ്ക്കാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. കാരണം എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. 25 വയസ്സിൽ ഞാനിപ്പം ട്രാവൽ എന്നുള്ള ഒരു എൻ്റെ കരിയർ ട്രാവലായിട്ട് ചൂസ് ചെയ്യണം എന്ന് അതൊരു എത്ര സേഫായിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കൂടുതൽ എന്ത് ചെയ്തിട്ടും ഒരുപാട് മടുക്കാത്തത് ഈ ഒരു കാര്യം കൊണ്ടാണ്. എനിക്കിഷ്ടമുള്ള കാര്യം ഇപ്പോൾ ട്രാവലാണ്. അപ്പം ഞാൻ ട്രാവൽ ചൂസ് ചെയ്തു. ഇപ്പം ഇനി എനിക്ക് സമയമില്ല. ഇനി അടുത്ത വർഷം ആകുമ്പോൾ ഇനി 26 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ടെൻഷൻ, അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അപ്പം ഞാൻ ട്രാവൽ ചൂസ് ചെയ്തു. അപ്പം എൻ്റെ ഇനി ജേണി ഫുള്ളും ഇപ്പം തുടക്കം തൊട്ടുള്ള ജേണി യൂട്യൂബ് ചാനലിൽ കാണും. തുടക്കത്തോട്ടുള്ള ജേണി നിങ്ങൾക്ക് അറിയണം, എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ എൻ്റെ വീഡിയോ സ്കില്ലിങ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കും. സ്റ്റോറി ടെല്ലിങ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കും. യൂട്യൂബാണ് എൻ്റെ കരിയർ എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ്, മാർച്ചിൽ ഓൾ ഇന്ത്യക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നാളെ തൊട്ട് ഇനി ഓരോ അപ്ഡേഷൻ നിങ്ങൾക്ക് ഇനി പറയുന്നതായിരിക്കും. ഓരോ വീഡിയോ ഇതിൽ വരുന്നുണ്ടായിരിക്കും. മാക്സിമം ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ വീക്ക്ലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങളെന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഓക്കെ, താങ്ക് യു.